നമസ്കാരം. റിച്ചി ഭായ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഭിന്നശേഷി എന്ന്. എൻ്റെ ഭിന്നശേഷി പഠന വൈകല്യമാണ്, പഠിക്കാനുള്ള ബുദ്ധി ഇല്ലായ്മയാണ് എൻ്റെ ഭിന്നശേഷി. പഠിക്കാൻ മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ്, പിന്നെ മെമ്മറി വർക്ക് ചെയ്യില്ല, ഓർമ്മ നിൽക്കില്ല. അതൊക്കെയാണ്. ഞാനൊരു 60% ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പഠനം എന്ന് വെച്ചാൽ 7ാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ സ്കൂളിൽ നിന്ന് ജയിപ്പിച്ചു കൂടിയായത്. ഞാൻ പരീക്ഷ എഴുതി പഠിച്ച് ജയിച്ചതല്ല, എൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ജയിപ്പിച്ചു കൂടിയായത്. 7ാം ക്ലാസ് വരെ 7ൽ നിന്ന് 8ലേക്ക് ജയിപ്പിച്ചാണ്. പിന്നെ ഒരു ഭിന്നശേഷിക്കാരനാകുമ്പോൾ അറിയാമല്ലോ, പിള്ളേരുടെ പിന്നെ മറ്റ് പല ആൾക്കാരുടെയും പിന്നെ ഈ കളിയാക്കലും പിന്നെ പിന്നെ മാറ്റി നിർത്തലൊക്കെ അനുഭവിച്ച് വളർന്നതാണ് സ്കൂൾ കാലഘട്ടം. അതുകൊണ്ട് വീണ്ടും തുറന്ന് പഠിക്കാൻ എനിക്ക് മടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ വീണ്ടും പിന്നെ അനുഭവിക്കാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ ചില കുട്ടികളൊക്കെ നമ്മളെ ഉപദ്രവിക്കുകയായിരുന്നു. പിന്നെ നമുക്കപ്പോൾ പ്രതികരിക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു, അതിൻ്റെ യൂസിലിറ്റി കാരണം. അങ്ങനെ അവരുടെ ഉപദ്രവങ്ങളൊക്കെ ഒത്തിരി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കാരണമാണ് ഞാൻ പഠനം നിർത്തി എൻ്റെ ജീവിതം ഇനി പഠിക്കണ്ടെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് നിർത്തിയത് പഠനം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഡിസബിലിറ്റി ഇത്, ഇതൊക്കെയാണ് ഡിസബിലിറ്റി. അതാണ് പിന്നെ തുറന്ന് പഠിക്കാൻ പറ്റാതെ വന്നതും, പഠിക്കാനുള്ള കഴിവില്ല, സാഹചര്യം ഇനി ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടിക്ടോക്കിലേക്ക് വന്നതും, ടിക്ടോക്കിൽ വീഡിയോ വൈറലായതും, അതിനുശേഷം ടിക്ടോക്ക് ബാൻ ചെയ്തപ്പം ഞാൻ യൂട്യൂബർ ആയതും, പിന്നെ യൂട്യൂബിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയതും, പിന്നെ ടിക്ടോക്കിൽ നല്ല വ്യൂസ് ആയിരുന്നു, വീഡിയോസിന് നല്ല ലൈക്കും നല്ല ഷെയറും നല്ല കമൻറ്റൊക്കെ ആയിരുന്നു ടിക്ടോക്കിൽ. പിന്നെ ഫോളോവേഴ്സും നല്ല അധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ടിക്ടോക്കിൽ. നല്ല പിന്നെ എല്ലാ ആയിട്ട് അടിച്ചു കയറുന്ന ഒരു ടൈമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഞാനൊരു യൂട്യൂബറായി, ഒരു ചെറിയൊരു പിന്നെ ഇൻഫ്ലുവൻസറായി ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്.